കെ പി ചിത്രഭാനു ആണ് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹം ഏറ്റെടുത്ത പോരാട്ടങ്ങൾ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം മുഴുവനും മണ്ണിന് വേണ്ടി, മനുഷ്യന് വേണ്ടി നടന്നു തീർത്ത ഒരു ജന്മമാണ്. കുറേ കൂടി കൃത്യമായിട്ട് പറഞ്ഞ ഒരു 25 കൊല്ലം മുമ്പ് അദ്ദേഹം മരിച്ചു പോയതാണ്. ഒരു രണ്ടാം ജന്മം ആണ് അദ്ദേഹത്തിൻ്റേത്. ക്യാൻസർ രോഗത്തോട് പടവെട്ടി ജീവിതം തിരിച്ചു പിടിച്ച ഒരാളാണ്. ഇപ്പോഴും മനുഷ്യർക്ക് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുന്ന ഒരു പോരാളിയാണ്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, സർ, ഇവിടെ തിരുവനന്തപുരത്ത് ഒരു ജന്മി കുടുംബത്തിൽ വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി പിറന്ന ഒരാളാണ് എന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെയായിരുന്നു സാറിൻ്റെ ഒരു ബാല്യം? എൻ്റെ ബാല്യം അത്ര ഒരു വലിയ സമ്പന്ന കുടുംബത്തിലാണ് ജനിച്ചത്. ഇന്ന അവസ്ഥ വളരെ ദയനീയമാണ്. ഇന്ന് പലപ്പോഴും സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന 1600 രൂപ കൊണ്ടാണ് കഴിഞ്ഞു പോകുന്നത്. ഈ 1600 രൂപ യഥാർത്ഥത്തിൽ അതിലൊരു നല്ലൊരു ഭാഗവും പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കുകയാണ്. അപ്പോൾ ഞാൻ ജനിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബം വലിയ സമ്പന്നതയില. തിരുവനന്തപുരത്ത് ചെറുവയ്ക്കൽ വില്ലേജ്, ആറ്റിപ്പുറ വില്ലേജ്, കടകംപള്ളി വില്ലേജൊക്കെ അത് അങ്ങേ വളരെയധികം ഭൂമി ഉണ്ടായിരുന്നു. ഭൂമി നഷ്ടപ്പെട്ടത് ഭൂപരിഷ്കരണം കൊണ്ടാണ്. അതൊക്കെ ഭൂപരിഷ്കരണം മാത്രമല്ല, പൊതു ഇംഗ്ലീഷ് ക്ലേക്ക് വേണ്ടി എൻ്റെ ഫാദർ മൈനിങ് ജിയോളജിയിൽ ഇരിക്കുമ്പോൾ സ്വയമേ അക്വയർ ചെയ്ത് കൊടുത്ത ഭൂമിയാണ്. അദ്ദേഹം ദാനം ചെയ്തതാണ് ഭൂമി നാടിന്. അദ്ദേഹം ഇവിടെ കൊണ്ടുവന്ന് വികസനത്തിന് വേണ്ടി. ആ വികസനമാണ് ഇന്ന് കാണുന്നത്. അപ്പോൾ എനിക്ക് ഈ ചിത്രഭാനു എന്നുള്ള പേര് അങ്ങ് ഉദ്ധരിച്ചല്ലോ. അതെങ്ങനെ വന്നു എന്നൂടെ ഞാൻ പറയാം. എൻ്റെ 4ാമത്തെ വയസ്സിലാണ് എനിക്ക് വിദ്യാരംഭം ചെയ്യുന്നത്. 4ാം വയസ്സിൽ. അപ്പോൾ അന്ന് പള്ളിക്കൂടം ഉണ്ടോ? എഴുത്തിനിരുത്തിയത് ഇവിടെ പള്ളിക്കൂടത്തിൽ? അത് പറയാം. അപ്പോൾ എൻ്റെ അമ്മയുടെ അച്ഛൻ കുന്നത്ത് ഉളാകത്ത് വേലായുധൻ എന്ന് പറയും, പുരോൽക്കോട്ട. അദ്ദേഹം ഗുരുദേവൻ്റെ രക്തബന്ധത്തിലുള്ള ആളാണ്. വളരെ കാലം കൂടുതൽ കൂടെ ഉണ്ടായിരുന്നു ഗുരുദേവനോടൊപ്പം. ഒരു പ്രായം ചെന്നപ്പോൾ പറഞ്ഞു, ഇനി എന്നോടൊപ്പം നീ നടന്നിട്ട് കാര്യമില്ല, നീ കുടുംബജീവിതം നയിക്കണം, വിവാഹം കഴിക്കാൻ പറഞ്ഞു ഗുരു. അപ്പോൾ ഒരു കാല് സ്വാധീനക്കുറവ്, മൊണ്ടി മുതലാളി എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. അങ്ങനെ വിവാഹിതനായി. അമ്മ എന്നെ പ്രസവിച്ചു. ഞങ്ങൾ 5 മക്കളുണ്ടായിരുന്നു. ഞാൻ 2ാമത്തെ ആളാണ്. അപ്പോൾ 4ാമത്തെ വയസ്സിൽ ഗുരുദേവൻ സമാധിയായതിന് ശേഷവും ശിവഗിരിയിൽ എല്ലാ മാസവും പോകും. ഇവിടുന്ന് വള്ളത്തിലാണ് പോകുന്നത്, വേറെ മാർഗമില്ല ശിവഗിരിക്ക്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പിറ്റേ ദിവസം വിദ്യാരംഭമാണ്. അപ്പോൾ എനിക്ക് വിദ്യാരംഭം നടത്തിയിട്ടില്ല. അങ്ങനെ എൻ്റെ കുഞ്ഞമ്മ ഓവിൽ കൊണ്ടുവന്ന് കുളിപ്പിച്ച് ഒരു തോർത്തൊക്കെ കൊടുത്ത് വിദ്യാരംഭത്തിനായിട്ട് കൊണ്ടുവന്നു. അപ്പോൾ വിദ്യാരംഭം ചെയ്യിക്കുന്നത് ഗുരുദേവൻ ജീവിച്ചിരുന്നപ്പോൾ ഒരു വിളംബരം എന്ന് പറയാം, വിശേഷിപ്പിക്കാം, നിർദ്ദേശം കൊടുത്തിരുന്നു. ശങ്കരാനന്ദന് ശേഷം ശിവഗിരി മഠത്തിന് മഠാധിപതി സ്ഥാനമില്ല, പിന്നെ മറ്റു പേരിൽ മാത്രമേ അറിയപ്പെടൂ. ഇത് ദീർഘവീക്ഷണത്തിലാണെന്ന് നോക്കണം. അദ്ദേഹം അത് പറഞ്ഞു. ആ അവസാന മഠാധിപതിയായിരുന്ന ശങ്കരാനന്ദ സ്വാമികൾ അദ്ദേഹത്തിൻ്റെ മടിയിലിരുത്തി എന്നെ വിദ്യാരംഭം ചെയ്തു. ഇവൻ്റെ പേരെന്താണെന്ന് എൻ്റെ കുഞ്ഞമ്മയോട് ചോദിച്ചവൻ പറഞ്ഞു, സ്വാമി ഇതുവരെ പേരിട്ടിട്ടില്ല. ഇവൻ്റെ നക്ഷത്രം എന്താണ് ജനിച്ചത്? ചിത്തിര. അങ്ങനെ എന്നെ ചിത്രഭാനു എന്ന് അദ്ദേഹം തന്ന പേര്. അർത്ഥത്തിൽ ഭാഗ്യം ലഭിച്ച ഒരാളാണ്. ആ വലിയൊരു ഭാഗ്യമാണ്. അതിൻ്റെ തൻ്റെ ഇടമാണ് എനിക്കുള്ളത്, അല്ലാതെ വേറെ ഒന്നുമില്ല. ആരോഗ്യവും സമ്പത്തും എല്ലാം ആ ഒരു ധൈര്യം എനിക്കുണ്ട്. പഠിച്ചത് എവിടെ? പിന്നെ ഞാൻ പഠിച്ച ചെറുവയ്ക്കൽ സ്കൂളിലാണ്, ഇവിടെ അടുത്ത്. ആ സ്കൂളിലാണ് ഇത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയൊക്കെ പഠിച്ചത്. ശിവൻകുട്ടിയുടെ ഒരു ജ്യേഷ്ഠനുണ്ടായിരുന്നു, അച്ഛൻ്റെ ആദ്യ ഭാര്യയല്ലേ, വേണു. ഞങ്ങളൊക്കെ ഒരുമിച്ച് പഠിച്ചതാണ്. അവിടെ നിന്ന് ഞാൻ GMUP സ്കൂൾ ഉള്ളൂർ, അവിടെ പഠിക്കുന്നു. അവിടെ നിന്ന് ഞാൻ സെൻറ്റ് മേരീസ് സ്കൂളിൽ പോകും, ഹൈസ്കൂൾ. അപ്പോൾ സെൻറ്റ് മേരീസ് സ്കൂളിൽ ഞാൻ 9ാം ക്ലാസ്സിൽ 5th ഫാം പഠിക്കുമ്പോഴാണ്
ഞാൻ ആ സ്കൂളിൻ്റെ സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ്. ഓ, വിമോചന സമരത്തിന് ആരംഭം കുറിച്ച് അവിടെ വെച്ചാണ്. ആ 59-ലാണ് അപ്പോൾ അല്ലേ? 59-ലപ്പോൾ 9ാം ക്ലാസ്സിലാണ്. 58-ലാണ്. 58-ൽ 9ാം ക്ലാസ്സിലാണ് ഞാൻ. എൻ്റെ ഒരു അമ്മാവിൻ്റെ മകൻ ആർച്ച് ബിഷപ്പ് ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ശിഷ്യനായിരുന്നു. യുവാനീസ് കോളേജ് ഡി ഗോപിനാഥൻ, അപ്പു എന്നാണ് വിളിക്കുന്നത്. നമ്പൂതിരിപ്പാടിനെ പോലെ ഒരു വിക്കുള്ള ഒരു മനുഷ്യനാണ്, അറൊക്കെ കിട്ടിയതാണ്. അദ്ദേഹം ചെന്നിട്ട് പറഞ്ഞു, ആർച്ച് ബിഷപ്പ് ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയോട് ഇത് പറയുന്നു, തിരുമേനി ഇങ്ങനെ വിദ്യാഭ്യാസ ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത് ക്രിസ്ത്യൻ സ്ഥാപനങ്ങളെ പൂട്ടിക്കെട്ടാനാണ്. നമുക്കിതിനെതിരെ സമരം ചെയ്യണം. അപ്പോൾ തിരുമേനി ചോദിച്ചു, മെത്രാന്മാർ സമരം ചെയ്യുന്നത് ശരിയാണോ? രാഷ്ട്രീയമായിട്ട് ഇറങ്ങാൻ പ്രയാസമാണല്ലോ. അപ്പോൾ പറഞ്ഞെന്തോന്നേ, രക്ഷകർത്താക്കളെ വിളിച്ചു കൂട്ടി നാട്ടുകാരെയും ഈ വിദ്യാഭ്യാസ ബില്ലിനെതിരായിട്ടൊരു മൂവ്മെൻ്റ് ഉണ്ടാക്കണമെന്ന്. അപ്പോൾ പറഞ്ഞു, അത് നമുക്ക് മെത്രാന്മാർക്കത് പറ്റില്ലല്ലോ, അതിന് മാർഗമുണ്ട്. ഈ സ്കൂൾ അസോസിയേഷൻ സെക്രട്ടറിൻ്റെ ആരാണ്, ഞാൻ അയാളെ വിളിച്ചുകൊണ്ടിരുന്നത്. എന്നെ വിളിച്ചുകൊണ്ട് വന്നാൽ ചർച്ച ചെയ്ത് എൻ്റെ പേരിൽ ഒരു പ്രസ്താവന ഇറക്കി. സെൻറ്റ് മേരീസ് സ്കൂളിൽ വെച്ച നാട്ടുകാരുടെയും രക്ഷകർത്താക്കളുടെയും യോഗം കൂടി ASB ഹാൾ അവിടുത്തെ. ആ ഹാൾ യോഗം ഉദ്ഘാടനം ചെയ്ത് KM ജോർജാണ്, കേരള കോൺഗ്രസിൻ്റെ സ്ഥാപക നേതാവ്. എന്ന് പറഞ്ഞാൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനെ കൊണ്ട് സ്കൂൾ മാനേജ്മെന്റ് എന്ന് വെച്ചാൽ കുട്ടിക്കുരങ്ങെന്ന് പറയുന്നില്ല, കുട്ടിക്കുരങ്ങിനെ കൊണ്ട് ചോറ് വരിച്ചു എന്ന് പറയുന്നു. അതാണ് ഒരാൾ, അത് നമ്പൂതിരിപ്പാട് പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതല്ല. അപ്പോൾ അവിടെ വെച്ച് മീറ്റിംഗ് കൂടി. സെൻറ്റ് മേരീസ് സംരക്ഷണ സേന എന്ന് പറയുന്നൊരു പ്രസ്ഥാനത്തിന് രൂപം നൽകി. അടുത്ത മീറ്റിംഗ് സെൻറ്റ് കുര്യറ്റി സ്കൂൾ മണന്തല. അങ്ങനെ പല സ്കൂളുകളിലേക്കായിട്ട് ആ മീറ്റിംഗ് കഴിഞ്ഞോടനെ റിപ്പോർട്ട് പോയി പോലീസ്, മെത്രാന്മാർ സർക്കാരിനെതിരായിട്ട് തിരിഞ്ഞിരിക്കുകയാണ്, കുട്ടികളെ ഉപയോഗിച്ചിൻ്റെ പോലെ ചെയ്യുക. മന്ത്രിസഭായോഗം കൂടിയിട്ട് നമ്പൂതിരിപ്പാട് പറഞ്ഞ് കുട്ടിക്കുരങ്ങന്മാരെ പിടിച്ചകത്താക്കാൻ പറ്റും. ആദ്യ അറസ്റ്റിനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. ഓ, അതെന്നാണ്? 59-ല് അത് സംഭവം. പോലീസ് അറസ്റ്റ് ചെയ്തില്ല. ഇല്ല, എന്നെ കീഴടങ്ങിയായിരുന്നു ഞാൻ കൊല്ലത്ത് പോയി. അതിനുണ്ടായ കാരണം, ഈ പൊലേനാർ കോട്ട ആശുപത്രിയുടെ ആദ്യത്തെ സൂപ്രണ്ട് ഡോക്ടർ കൊച്ചുരാമൻ പിള്ളை, K. രാമൻപിള്ള, അദ്ദേഹത്തിനെ പേര് കൊച്ചുരാമൻപിള്ള എന്നാണ് വിളിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ അദ്ദേഹവും കുടുംബപരമായി ഞങ്ങളുമായിട്ട് വളരെ അടുപ്പമാണ്. ഞാൻ ഇവിടെയാണ് താമസിക്കുന്ന, നേരെ മുകളിലത്ത്. അദ്ദേഹം അന്നത്തെ IG ആയിരുന്നൊരു, നമ്മൾ പിൽക്കാലത്ത് കേരള പോലീസ് IG ആയിരുന്ന VP നായരുണ്ടല്ലോ, കേട്ടിട്ടുണ്ടോ? അദ്ദേഹവും അന്ന് DIG കണ്ടാണ്. M. ഗോപാലനുണ്ട് IG ആണ്. അദ്ദേഹം അടക്കം റീജിയൻ. ഇദ്ദേഹത്തെ ഗോപാല സാറിൻ്റെ പിന്നെ VP നായരുടെ ഭാര്യയുടെ അനിയത്തിയാണ് കൊച്ചുരാമപിള്ള സാർ വിവാഹം ചെയ്തത്. അനിയത്തിയെ ജ്യേഷ്ഠത്തിയാണ്. അപ്പം അദ്ദേഹം ഇവിടെ ഫാമിലി ഇവിടെ വെള്ളയമ്പലത്താണ്. അവിടെ ചെന്നപ്പോൾ VP നായർ അദ്ദേഹം യാദൃശ്യമായിട്ട് വന്നു. സംസാരിച്ചുകൊണ്ടിരുമ്പോൾ പറഞ്ഞു, കൊച്ചപ്പ ഇങ്ങനെയാണ്, വിമോചന സമരത്തിന് വിദ്യാഭ്യാസ ബില്ലിനെതിരായിട്ട് മെത്രാന്മാർ ഒപ്പുകൂട്ടുകയാണ്. ഇന്ന് നിങ്ങളുടെ നാട്ടിൽ നിന്ന്, നമ്മുടെ ആക്കുളത്തു നിന്ന് ഒരു കുട്ടിയെ സെൻറ്റ് മേരീസ് പഠിക്കുന്ന അറസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് സംശയം തോന്നി. കാരണം അന്ന് ഇവിടുന്ന് 3 മൈൽ നടന്ന് വേണം പോകാൻ സ്കൂളിൽ. 6 രൂപ ഫീസുണ്ട് ഞങ്ങൾക്ക് സ്കൂളിൽ. അന്നത്തെ 6 രൂപ, അച്ഛന് NGO ആയതുകൊണ്ട് 3 രൂപ. ഈ അരവിന്ദൻ്റെ ബന്ധത്തിൽ ആരെങ്കിലും ആയിരിക്കുമല്ലോ. അദ്ദേഹം ഇതെല്ലാം കേട്ട് മനസ്സിലാക്കിയിട്ട് ഇവിടെ വന്നു. മാവനോട് ചോദിച്ചു, അടുത്ത വീടാ താമസം. അവൻ പറഞ്ഞ് മച്ചമ്പിയുടെ മോനാണ്. അപ്പോൾ എൻ്റെ അച്ഛനെ മച്ചമ്പി എന്ന് അച്ഛൻ വിളിക്കുന്നതുകൊണ്ട് ഇവരെല്ലാം മച്ചമ്പി എന്ന് ഇവർ വൈകുന്നേരം ചീട്ട് കളിക്കൊണ്ട് അവനെ ഇന്ന് രാത്രി അറസ്റ്റ് ചെയ്യും, ഉത്തരവുണ്ട്, ക്വാർട്ടേഴ്സ് കൊണ്ടുവരാൻ പറയും. അപ്പോൾ ഈ ഒരു എൻ്റെ അമ്മയ്ക്ക് അച്ഛനും പിന്നെ ആർക്കും അറിഞ്ഞൂടാ, അച്ഛനും എൻ്റെ മാമനും മാത്രമേ അറിയാവൂ എന്നെ അറസ്റ്റ് ചെയ്യണം. അന്ന് ഇങ്ങനെ അറസ്റ്റ് എന്താ പറയുക വലിയ പ്രയാസമാണ്. 7 മണിയോടുകൂടി ക്വാർട്ടേഴ്സ് കൊണ്ടുവന്ന് രാത്രി 1 മണിയായപ്പോൾ പോലീസ് വന്ന് കഥക് തട്ടി. അച്ഛൻ കഥ തുറന്നു, എടുത്ത് നോക്കിയാൽ പോലീസ്.
ഈ വന്ന പോലീസുകാർക്ക് അച്ഛനെ അറിയാം. കാരണം അച്ഛൻ മൈനിങ് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നുകൊണ്ട് ഇൽസിറ്റ് മൈൻ പിടിക്കാനായിട്ട് ഇവരെ കൊണ്ടുപോകും പോലീസിൻ്റെ കാര്യം. ആ സാർ ഇങ്ങനെയാണ് സംഭവം. അപ്പോൾ ഇവിടെ ഉണ്ടോ? ഇല്ല, അവൻ ആർത്തി ബിഷപ്പ് ഹോസ്റ്റലുണ്ടെന്ന് പറഞ്ഞു. പോലീസ് അവിടെ കയറിയില്ലല്ലോ, ഇവിടെ ആണെന്ന് പറയാൻ ഒക്കില്ലല്ലോ. അവർ പറഞ്ഞു നാളെ വന്നാൽ ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ പിന്നെ കുഞ്ഞിരാമപിള്ള സാർ നേരെ പോകുന്നു, പി നായരെ കാണുന്നു. അത്യാവശ്യമായിട്ടത് കാണുന്നു. അദ്ദേഹത്തിനോട് വിവരം കാര്യം പറഞ്ഞു. അപ്പം പറഞ്ഞ് 15 വയസ്സ് ഉള്ളവനെ പാല ജയിലിൽ അയക്കാൻ പാടില്ല, ഒക്കില്ല, വേണം അയക്കാൻ, അവിടെ അയക്കുന്നത് മോശമാണ്. ആയതുകൊണ്ട് ഇവന് കൊല്ലത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. ആശ്രമ പോലീസിലെ ക്വാർട്ടേഴ്സിൽ അദ്ദേഹത്തിന് അവനെ ഇട്ടിട്ട് പിന്നെ എയർ ക്യാമ്പിൽ നിന്ന് ആഹാരം കൊടുക്കാം കൊല്ലം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ KLT 55 എന്ന് പറയുന്ന ഓസ്റ്റിൻ ഫീൽഡിൽ ആ കാറിൽ എന്നെ കൊല്ലത്ത് പോകുന്നു. കൊല്ലത്ത് വെച്ച് എന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ട് ആശ്രാമം പോലീസ് ക്വാർട്ടേഴ്സിൽ എടുക്കും. അപ്പോൾ എനിക്കവിടെ ഒരു ജയിലിൽ കിടക്കുന്ന പ്രതീതിയൊന്നും ഉണ്ടായില്ല. കാരണം അടുത്തൊക്കെ ക്വാർട്ടേഴ്സുണ്ട്, കുറേ വിജനമായ സ്ഥലം. 7-7.5 മാസത്തോളം കിടന്നു. പോലീസ് ക്വാർട്ടേഴ്സിൽ. അപ്പോൾ ജയിലിൽ പോയില്ലെന്നേ ഉള്ളൂ. തടവിൽ തന്നെ ഒരു കാരണവരായ മൂത്ത് ഒരു ഹെഡ് കോൺസ്റ്റബിൾ ആരെങ്കിലും കാണും. അപ്പോൾ ഞാൻ വെളിയിലൊന്നും പോവില്ല, കുഴപ്പക്കാരനൊന്നല്ല അറിയാം. അത് തൊട്ടടുത്താണ് കൊല്ലം SP ആയിരുന്ന പണ്ട് പോലീസ് തിരുവിതാംകൂർ പോലീസിലുണ്ടായിരുന്ന ഒരു ഡാനിയൽ സൂപ്രണ്ടുണ്ട്, SP ഡാനിയൽ. അദ്ദേഹത്തിൻ്റെ മകനൊക്കെ താമസിക്കും. അപ്പോൾ പിറ്റേ ദിവസം അദ്ദേഹം വന്ന് യാദൃച്ഛമായിട്ട് എന്നെ കണ്ട് കാര്യങ്ങൾ ചോദിച്ചു വന്നപ്പോൾ എൻ്റെ അപ്പൂപ്പനെ അറിയാം. അദ്ദേഹം വയനാട് കുടുംബത്തിലുള്ളയാണ്, കൺവെർട്ട് ചെയ്ത് ക്രിസ്ത്യാനി ആയതാണ്. അപ്പൂപ്പനെ അറിയാം. അന്ന് ഫാമിലി കുടുംബക്കാരെയൊക്കെ പരസ്പരം അറിയാമല്ലോ. അങ്ങനെ ക്യാമ്പിൽ നിന്നുള്ള ആഹാരം നിർത്തി അവിടെ നിന്ന് എനിക്ക് ആഹാരം തന്നു. അതെ, ഞാൻ വളരെ സ്വതന്ത്രനായിട്ടൊക്കെ കഴിയും. അത് കഴിഞ്ഞ് വിമോചന സമരം കഴിഞ്ഞ് അച്ഛൻ പോയി. അപ്പോഴേക്ക് പഠനമൊക്കെ പോയി. എന്നുവെച്ചാൽ വിമോചന സമരത്തിൽ മാനേജ്മെന്റിന് വേണ്ടി ഇറങ്ങിയതോടുകൂടി പഠിപ്പും മുടങ്ങി. പിന്നെന്താ സംഭവിച്ചത്? അത് 9ാം സ്റ്റേറ്റിലെ പരീക്ഷ എഴുതുന്ന പിറ്റേ വർഷം 3 മാസം കൂടെ സ്കൂളിൽ പോയി. ഇത് ഡിസംബറിലാണല്ലോ അറസ്റ്റ് കിടക്കുന്നത്. 9ൽ വീണ്ടും വരുന്ന അറ്റൻഡൻസ് മേടിച്ച് പിന്നെ 10ാം ക്ലാസ്സിൽ പോയി. 10ാം ക്ലാസ്സിൽ വന്നപ്പോൾ എനിക്ക് മാർച്ച് പരീക്ഷ എഴുതാൻ നോക്കാതെ സെപ്റ്റംബറിലോട്ടങ്ങ് ആദ്യമായിട്ട് എഴുതുന്നത്. സെപ്റ്റംബറിലാണ് സപ്ലിമെൻ്ററി. തോറ്റോ പരീക്ഷ? അപ്പോൾ ഇതിനിടയ്ക്ക് എനിക്കൊരു വേറെ ദോഷം കൂടെ പറ്റി. ഞാൻ ഇതിന് അറസ്റ്റിന് മുമ്പ് തന്നെ പത്രാധിപർ K. സുകുമാരൻ്റെ കുളത്തൂർ പ്രസംഗം കേൾക്കാനിടയായി. ആ പ്രസംഗം ഇപ്പോൾ ആവേശഭരിതനാക്കി ലോക സമുദായ പ്രവർത്തന രംഗത്തേക്ക് എന്നെ നയിക്കാൻ കാരണം അതാണ്. അപ്പോൾ ഞാൻ അവിടെ അങ്ങനെ കഴിഞ്ഞുകൂടി ഇതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ പഠിത്തം ഇങ്ങനെ മാർച്ച് സെപ്റ്റംബർ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പലതവണ എഴുതി? 6 പ്രാവശ്യം എഴുതിയിട്ടാണ് ഞാൻ ജയിച്ചത്. ഓക്കെ, 6ാം പ്രാവശ്യം ജയിച്ചു. കാരണം കണക്കിന് ജയിക്കില്ല. കണക്കിന് കിട്ടിയ മാർക്ക് 18ആണ്. അടുത്ത പരീക്ഷയായപ്പോൾ 23ആയി. 3ാമത്തെ പരീക്ഷയിൽ അത് 28ആയി. അപ്പം 35 എന്തായാലും എനിക്ക് കിട്ടുമെന്നറിയാം. ഞാൻ 6 പ്രാവശ്യം എഴുതി ഞാൻ എഴുതിച്ചു. അങ്ങനെ നിൽക്കുമ്പോൾ ചെമ്പഴത്തി ശ്രീനാരായണ കൊള്ളോടങ്ങുമ്പോൾ അതിനിടയ്ക്ക് ഞാൻ LIC ഏജൻറ്റായി. LIC ഏജൻറ്റായി ഞങ്ങളിവിടെ LICയുടെ യൂണിയൻ ഉണ്ടാക്കി ആദ്യമായിട്ട്. ആ യൂണിയനാണ് അഖിലേന്ത്യാ ഹെൽത്തിൽ നിന്ന് കൊണ്ട് കിടക്കുന്നത്. എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു 10-20 വയസ്സായി. അന്ന് 18 വയസ്സിൽ ഞാൻ യൂണിയൻ്റെ സെക്രട്ടറിയാണ്. LIC ഏജൻറ്റ്സ് അസോസിയേഷൻ. അപ്പോഴേ ചെമ്പഴത്തി കോളേജ് വരുന്നു. എല്ലാം പുതിയ നിയമനമാണ്. അവിടെ നിയമനം കിട്ടിയോ? അതെ, അംഗവും കാണാൻ താളി ഓടിക്കാന്ന് പറഞ്ഞ പോലെ അവിടെ ചെന്ന് ചേർന്ന നമ്മുടെ കാര്യങ്ങൾ നടക്കും, ഇവരെയൊക്കെ ഇൻട്രോ ചെയ്യുക. അങ്ങനെ ചെന്ന് ഞാൻ അവിടെ ചേർന്നു. എന്തായിരുന്നു പോസ്റ്റ് അവിടെ? അവിടെ ഞാൻ വിദ്യാർത്ഥിയായിട്ട് ചേരുക. കോളേജ് 64 ആദ്യ ബാച്ച്. പ്രീ യൂണിവേഴ്സിറ്റി. 282 വിദ്യാർത്ഥികളിൽ ഞാൻ 5 വയസ്സിനൊക്കെ ഇവരെക്കാൾ സീനിയറാണ്. അത് അവർ ഞാനുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. അത് പൂർത്തിയാക്കിയോ സമയത്തിന് പ്രീ യൂണിവേഴ്സിറ്റി? ഇല്ല, ഞാൻ ഇൻഷുറൻസ് കഴിഞ്ഞിട്ട് ഞാൻ പൊതു പ്രവർത്തനത്തിന് ഇങ്ങനെ പോയില്ലേ.
കോളേജ് ചേർന്നെങ്കിലും പഠനം പൂർത്തിയാക്കില്ല, കഴിഞ്ഞില്ല. റൈറ്റ്. പിന്നെ ഇൻഷുറൻസ് മേഖലയിൽ തന്നെ നിന്നു. ഇൻഷുറൻസ് മേഖലയും വിട്ടു. പിന്നോക്ക സമുദായിക വേദിയിലൊക്കെയായി സമുദായ സേവനം അങ്ങനെ